ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ രാവിലെ തന്നെ ഉള്ളൊരു വീഡിയോ ആണ് എടുക്കുന്നത്. ഇത് ഇന്ന് രാവിലത്തെ ചായക്കുള്ള കടീൻ്റെതാണ്. ഇഡ്ലിക്കുള്ള മാവാണ് അരച്ച് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് പുളിച്ച് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ദോശ ചൂടാന്നാണ് വിചാരിക്കുന്നത്. ദേവുട്ടി അപ്പളേക്ക് എണീറ്റ് വന്ന് ക്യാമറ കണ്ടേരം എൻ്റെ വീഡിയോ എടുക്കണ്ടെന്നും പറഞ്ഞ് ദേഷ്യം വന്നിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇഡ്ഡലി ക്യാൻസൽ ആക്കിയിട്ട് ദോശ ചുടലാന്നേ. അപ്പോൾ ദോശ ചെയ്താൽ ഞാൻ അധികം വലുപ്പത്തിലാക്കിയിട്ടില്ല. നമ്മൾ ഉഴുന്ന് ദോശയാക്കുമ്പോൾ ചെറിയ വട്ടത്തിലാക്കും, അതാണ് കാണാൻ നല്ലൊരു ഭംഗി തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ മസാല ദോശ പോലെ നൈസിലാക്കണം. പക്ഷെ അങ്ങനെ ആക്കിയിട്ടില്ല, ഇങ്ങനെ ആക്കിയെടുത്തത്. പിന്നെ ഞാൻ അപ്പോഴേക്ക് ചായ വെച്ച്, പിന്നെ നമ്മൾ ദോശക്ക് ഇന്ന് ചട്നിയാണ് ആക്കുന്നത്. അപ്പോൾ ചട്നിക്ക് വേണ്ട തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ സാധാരണ ആക്കും പോലെ തന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതാണ്. ചട്നി ആക്കാൻ വേണ്ടിയിട്ട് കടുക് ഇട്ട് കൊടുത്ത്, കറിവേപ്പില ഇട്ട് കൊടുത്ത്, ഇനി അരവും കൂടി ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം ചട്നി അധികം തിളക്കുന്നതല്ലല്ലോ. അപ്പോൾ പിന്നെ പച്ചവെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ ദോശയും ചട്നിയും ആയിട്ടുണ്ട്. അപ്പോൾ അമ്പാടിക്കും ദേവുട്ടിക്കും കൊടുക്കുന്നതാണ്. അവർ സ്കൂളിൽ പോകാൻ റെഡിയായി വന്നിട്ടുണ്ട്. അമ്പാടി കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ദേവുട്ടി കുളിച്ചിട്ട് ദേവുട്ടി ദോശ തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്ന്. അപ്പോൾ ദേവുട്ടി തല കുളിച്ചിട്ടില്ല, അതാ മുടി മേലെ കെട്ടി വെച്ചത് കേട്ടാ. പോകും സ്കൂളിൽ പോകുമ്പോൾ മുടി കെട്ടിയിട്ട് പോകണം, അതുകൊണ്ട് തല കുളിച്ചാൽ ഉണങ്ങൂല, അതുകൊണ്ട് ഞാൻ തല കുളിപ്പിക്കില്ല. വൈകുന്നേരം വന്നിട്ടാണ് കുളിക്കില്ല. അപ്പോൾ ബസ് വരാനായി, അതുകൊണ്ട് അവർ വേഗം തിന്നലാന്ന്. അങ്ങനെ അവർ സ്കൂളിലെല്ലാം വിട്ടതിന് ശേഷം ഉള്ള വീഡിയോ ആണ് ഇത്. കുറച്ച് കഴിഞ്ഞിട്ടെടുത്ത ഒരു ഉച്ച സമയത്ത് എടുത്ത വീഡിയോ ആണ് ഇത്. കർമൂസ് ഉണ്ടേനും പഴുത്തത്, അത് ശ്രീയേട്ടൻ തോല് ചെത്തലാണ്. കർമൂസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പപ്പായ, കപ്ലങ്ങ, എന്ത് വേണമെങ്കിലും പറയും. നമ്മളെ നാട്ടിൽ കർമൂസ് എന്ന് പറയുവേ. പിന്നെ അപ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ട്, നല്ല മധുരം ഉണ്ടേനുവേ. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് നമ്മൾ അത് കഴിക്കലാണ്. അപ്പോൾ നല്ല കർമൂസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചെടുത്തിട്ട് ഇന്ന് ഫേഷ്യൽ ചെയ്താലോ എന്ന് വിചാരിച്ചു. ഇന്നലെ ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇട്ട പോലെ, ബീറ്റ്റൂട്ടും കൊണ്ട് ലിപ്സ്റ്റിക് ഇട്ട പോലെ ഇത് ഒന്ന് ഫേഷ്യൽ ചെയ്താലോ എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് വേണ്ട, അകത്തേക്ക് പോട്ടെ വിറ്റാമിൻ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് രാവിലത്തെ ഇഡ്ഡലിയുടെ മാവാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് അമ്പാടിക്കും ദേവുട്ടിക്കെല്ലാം 2:30 വരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ വന്നപാടെ വിശക്കുന്നെന്ന് പറയില്ലേ. അപ്പോൾ രാവിലെ ചുട്ട് ദോശ ചുട്ട് വെച്ചാൽ തിന്നൂല. അപ്പോൾ ഇതിനെ ഞാനൊരു പലഹാരമാക്കിയിട്ട് മാറ്റി. നമ്മൾ പണ്ട് ചുട്ടിന് വീഡിയോ ഇട്ടിനെന്ന് തോന്നുന്നു. ഇഡ്ഡലി മാവിലേക്ക് നമ്മൾ ഇതാ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനം മുറിച്ചിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഉന്നപ്പക്കാരില്ലേ ഇതിലേക്ക് കൊയ്ക്കും. അത്രയും മധുരമില്ലാത്ത നല്ല രപ്പായിരിക്കും. അപ്പോൾ അത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ രാവിലത്തെ ഇഡ്ഡലി മാവിലേക്ക് നമ്മൾ എന്തെല്ലാം ഇട്ട ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അത്രേ ഇട്ടിട്ടുള്ളൂ. ചിലർ ഉള്ളിയെല്ലാം ഇടും, ഞാൻ ഉള്ളി ഇട്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി, നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഉണ്ണിയപ്പക്കാര അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറേശ്ശെ എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല ഈ നമ്മളെ ഉഴുന്നെല്ലാം കൂട്ടിയിട്ടാക്കിയതായതുകൊണ്ട് നല്ല ബോൾ പോലെ പൊന്തി വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ ഉണ്ടേനും നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം ഇല്ലാന്ന് ഉള്ളതേ ഉള്ളൂ. കുട്ടികൾക്കൊന്നും അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെടുക, പക്ഷേ നല്ല മധുരമുള്ള ചായക്ക്, നല്ല കട്ടൻ ചായൻ്റെ എല്ലാം ഒരുമിച്ച് തിന്നാൻ പറ്റിയ നല്ലൊരു കടിയാണിത്. നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇഡ്ഡലി എല്ലാം ആക്കുന്നുണ്ടെങ്കിൽ കുറച്ചങ്ങ് മാറ്റി വെച്ചോ, എന്നിട്ട് വൈകുന്നേരത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തോ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. മധുരം ഇല്ലാത്തതുകൊണ്ട് മധുരപ്രിയരായ കുട്ടികൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടില്ല. അപ്പോൾ അമ്പാടിക്കും ദേവട്ടിക്കും ഇഷ്ടപ്പെട്ടിന്, അവർ മധുരമുള്ള ചായൻ്റെ ഒന്നിച്ച് തിന്നിന്. പക്ഷേ എങ്കിലും ഉണ്ണിയപ്പത്തിൻ്റെ അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാനെല്ലാം വേഗം ചുട്ടെടുക്കലാന്നേ. അപ്പോൾ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ.
അപ്പോൾ എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കാൻ ഇത് ആൾ വന്നിട്ടുണ്ട്. ശ്രീകേട്ടൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല എണ്ണയുണ്ട്. എണ്ണ ഇങ്ങനെ കുറച്ച് കുടിക്കുമല്ലോ, അപ്പോൾ എണ്ണ കണ്ടിട്ട് ഇങ്ങനെ കയ്യിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്ക് ആ സമയമാകുമ്പോഴേക്ക് ദേവുട്ടി വന്ന്. ദേവുട്ടിക്ക് ഇന്ന് മെഹന്തി ഫസ്റ്റ് ഉണ്ടായിരുന്നു സ്കൂളിൽ. ടീച്ചർ മെഹന്തി ഇട്ട് കൊടുത്തതാണ് വന്ന് കൊണ്ടേ കാണിക്കുന്നത്. അപ്പോൾ അത് ഉച്ചയാകുമ്പോഴേക്ക് ഇന്ന് വന്നിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.